ഇന്ന് ഞാൻ മൃഗാസുരൻ എന്ന അസുരൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. കഠിന തപസ് ചെയ്ത് മഹാദേവനെ പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിൽ നിന്നും മൃഗാസുരൻ ഒരു വരം വാങ്ങിച്ചെടുത്തു. താൻ ആരുടെ ശിരസിൽ കൈവയ്ക്കുന്നുവോ അവർ തൽക്ഷണം ഭസ്മമായി പോകുമെന്ന്. എന്നാൽ ഈ വരം സത്യമാണോ എന്ന് മനസ്സിലാക്കുവാൻ വരം തന്ന മഹാദേവനിൽ തന്നെ മൃഗാസുരൻ ഇത് പരീക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. ഈരേഴു ലോകവും മഹാദേവനെ മൃഗാസുരൻ പിന്തുടർന്നു ചെന്നു എന്നാണ് ഹിന്ദു ഐതിഹ്യങ്ങളിൽ പറയുന്നത്. ഗദ്യന്തരമില്ലാതെ മഹാദേവൻ മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു. മഹാവിഷ്ണു മോഹിനി രൂപമെടുത്തു, അതിസുന്ദരിയായ ഒരു സ്ത്രീ രൂപം. മൃഗാസുരൻ മഹാദേവനെ മാത്രമല്ല ദേവന്മാരെയും മനുഷ്യന്മാരെയും എല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ മൃഗാസുരൻ എന്ന പേര് ഭസ്മാസുരനായി മാറി. മോഹിനി ഭസ്മാസുരന് മുൻപിലെത്തി. മോഹിനിയുടെ സൗന്ദര്യം കണ്ട് മയങ്ങിയ ഭസ്മാസുരൻ മോഹിനിക്ക് വേണ്ടി എന്തും ചെയ്യാമെന്നായി. മോഹിനി എന്നാൽ ഭസ്മാസുരനോട് ഇങ്ങനെ പറഞ്ഞു: അങ്ങയുടെ ശക്തി എനിക്കറിയാം, പക്ഷേ എനിക്കറിയേണ്ടത് അങ്ങേ എന്നേക്കാൾ നന്നായി നൃത്തം ചെയ്യുമോ എന്നാണ്. എന്നേക്കാൾ നന്നായി അങ്ങ് നൃത്തം ചെയ്തു കഴിഞ്ഞാൽ അങ്ങേ ഞാൻ വിവാഹം കഴിക്കും. ഭസ്മാസുരൻ നൃത്തം ചെയ്യാൻ തയ്യാറായി. ഇരുവരും നൃത്തം ചെയ്യാൻ തുടങ്ങി. മോഹിനി എന്ത് ചെയ്തുവോ അത് തന്നെ നോക്കി പകർത്തി ഭസ്മാസുരനും ചെയ്തു. നൃത്തച്ചുവട് എന്ന രീതിയിൽ മോഹിനി തൻ്റെ കൈയെടുത്ത് ശിരസിൽ വയ്ക്കുന്നു. ഇത് കണ്ട ഭസ്മാസുരൻ അത് തന്നെ ആവർത്തിക്കുന്നു. ഭസ്മാസുരൻ്റെ കൈയെടുത്ത് ഭസ്മാസുരൻ്റെ ശിരസിൽ തന്നെ വയ്ക്കുന്നു. തൽക്ഷണം ഭസ്മാസുരൻ ഭസ്മമായി പോകുന്നു.